Good morning. Okay. Clear ആണല്ലോ അല്ലേ? Sound clear അല്ലേ? Yes. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അല്ലേ? ക്വാളിറ്റി മാനേജ്മെന്റ് ഷെയർ ചെയ്തിടാം. ഓക്കെ, ക്വാളിറ്റി മാനേജ്മെന്റ് നമ്മള് എന്താണ് സ്റ്റാർട്ട് ചെയ്തില്ലേ? പോവാലോ. നമ്മള് ജസ്റ്റ് അതിന്റെ ആ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതല്ലേ? ചാപ്റ്റർ മൊഡ്യൂള് 4-ലെ 7ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. സ്ക്രീൻ കിട്ടുന്നില്ലേ? ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങള്? നോ, എന്ത് പറ്റി നോക്കട്ടെ. ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പുതിയ ചാപ്റ്റർ ആണ്, മൊഡ്യൂൾ 4-ലെ 7ാമത്തെ ചാപ്റ്റർ, ക്വാളിറ്റി മാനേജ്മെന്റ്. നമ്മള് പറഞ്ഞു എന്താണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെ? ടു ദ ഓർഡിനറി പേഴ്സൺ ക്വാളിറ്റി ഈസ് ഹൗ ഗുഡ് സംതിങ് ഈസ്. ഒരു കാര്യം എത്രത്തോളം നല്ലതാണ് എന്നതാണ് ക്വാളിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? നമ്മൾ ഒരു ഡ്രസ്സ് വാങ്ങും, അതിന്റെ ക്വാളിറ്റി നമ്മൾ പറയും. മെറ്റീരിയൽ നമ്മൾ ആ തുണിയൊക്കെ ഒന്ന് പിടിച്ചു നോക്കും അല്ലെ? എത്രത്തോളം നല്ലതാണ്, അതാണ് അതിന്റെ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ക്യാൻ ബി എ സർവീസ്, സർവീസ് ആകാം. എക്സാമ്പിൾ ക്യാൻറ്റീൻ സർവീസ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, റിസ്റ്റ് വാച്ച് പ്രൊഡക്റ്റ് ആവാം. ഇത് a person judgment about a service or product relies on what he hopes for it or from it. അവൻ അതിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ക്വാളിറ്റീനെ ജഡ്ജ് ചെയ്യുന്നത്. A person judgment about a service or product എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? അവൻ അതിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും. Some of the words used to explain quality. ക്വാളിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില വേർഡ്സുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ബ്യൂട്ടിഫുൾ ഓർ അട്രാക്റ്റീവ്, ഡ്യൂറബിൾ, മീറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്തി, വാല്യൂ ഫോർ മണി, പണത്തിനുള്ള മൂല്യം. Though different words are used to describe the quality, we would describe it as extent to which a product or service contains a person or a group. That is how much satisfaction the person receives from the service. എത്രത്തോളം സംതൃപ്തി ലഭിക്കുന്നു ഒരു പേഴ്സണ് ആ ഒരു സർവീസിൽ നിന്ന്, ആ സർവീസ് സ്വീകരിക്കുന്നത് നിന്ന് എത്രത്തോളം സംതൃപ്തി ലഭിക്കുന്നു, അതാണ് നമ്മൾ ആ ക്വാളിറ്റീനെ നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ? ക്വാളിറ്റി ഓഫ് കെയർ എന്താണ്? ക്വാളിറ്റി ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് പറഞ്ഞേക്കുന്നതുള്ളൂ കേട്ടോ. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. ജസ്റ്റ് ആ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യാം. Okay, when we say the quality of care, we mean healthcare activities that we see in the medical, nursing, laboratory field, etc. execute daily to benefit our patients without causing harm to them. ഒരു പേഷ്യന്റിന് ഒരു ദോഷം വരുത്താത്ത രീതിയിൽ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിക്കൽ, നേഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡ് മേഖലയിലുള്ള ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് എന്താ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
എന്താ പറഞ്ഞേക്കുന്നത്? പേഷ്യൻസിന് ദോഷമൊന്നും വരുത്താതെ അവർക്ക് മാക്സിമം ബെനിഫിറ്റ് പ്രയോജനം കിട്ടുന്ന രീതിയിൽ മെഡിക്കൽ, നഴ്സിംഗ്, ലബോറട്ടറി ഫീൽഡിൽ ഉള്ള ഒരു സംരക്ഷണ പ്രവർത്തനങ്ങളെയാണ് തുടങ്ങിയ മേഖലകളിലെ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്വാളിറ്റി ഓഫ് കെയർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Quality of care requires that we pay attention to the requirements of the patient and the clients. Quality of care, നമ്മൾ ഒരു നല്ലൊരു രോഗി പരിചരണം എന്നതില് എന്ത് വേണം? നമ്മൾ പേഷ്യന്റിനോ ക്ലയൻസിന്റെയോ റിക്വയർമെന്റ്സ്, അവരുടെ ആവശ്യകതകളിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ക്വാളിറ്റി ഓഫ് കെയർ എന്നതിന് നമ്മുടെ പേഷ്യൻസിന്റെയും ക്ലയൻസിന്റെയും ഒക്കെ ആവശ്യകതകളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. We must also use the method that have been verified to save affordable എന്ന് വെച്ചാൽ താങ്ങാവുന്നത്, and it can lessen death rate കുറയ്ക്കുന്നത്, കുറയ്ക്കുക, reduce illness and disability എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ക്ലയൻസിന്റെ നമ്മള് കൊടുക്കുമ്പോൾ, നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുമ്പോൾ സുരക്ഷിതവും എങ്ങനെയൊക്കെ ആയിരിക്കണം? സേഫ് ആയിരിക്കണം, അത് താങ്ങാവുന്നതായിരിക്കണം, അഫോർഡബിൾ, ആൻഡ് ക്യാൻ ലെസൺ ഡെത്ത് കുറയ്ക്കുന്നത്, മരണസംഖ്യ കുറയ്ക്കുന്നത്, ഇല്ലസ് രോഗം, ഡിസബിലിറ്റി ഇതെല്ലാം കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം എന്തെന്ന് പറയുന്നത്. അങ്ങനെയുള്ള മെത്തേഡാണ് നല്ലൊരു ക്വാളിറ്റി കെയറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സുരക്ഷിതവും പേഷ്യൻസിന് സേഫ്റ്റി ആയിട്ടുള്ളതും താങ്ങാവുന്നതും, മരണനിരക്ക്, മരണം, അസുഖം, വൈകല്യങ്ങള് ഇതെല്ലാം കുറയ്ക്കാൻ കഴിയുമെന്നുള്ള അതിനു വേണ്ടിയിട്ട് കുറയ്ക്കുന്ന രീതിയിൽ പരിശോധിപ്പിച്ചുറച്ച രീതികളാണ് അവിടെ നല്ലൊരു ക്വാളിറ്റി കെയറിൽ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കണം നല്ലൊരു കെയർ കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇൽനെസ് കുറയണം, ഡിസബിലിറ്റി കുറയണം, മരണനിരക്ക് കുറയണം. ആ രീതിയിൽ പേഷ്യൻസിന് സുരക്ഷിതവും താങ്ങാവുന്നതുമായിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. Furthermore, we are expected to practice as stated into set standard as laid down by clinical guidelines and protocol. Clinical guidelines, clinical മാർഗനിർദ്ദേശങ്ങളും പ്രോട്ടോകോളുകളും അനുപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വേണം. മാനദണ്ഡങ്ങൾ ഞങ്ങൾ പരിശീലിക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. We are expected, നമ്മൾ പ്രതീക്ഷിക്കുന്നു, to practice as stated in set standards as laid down by clinical guidelines and protocol. അപ്പോൾ ശരിയായിട്ടുള്ള പ്രോട്ടോകോളുകളും മാർഗനിർദ്ദേശങ്ങളും പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻസിനെ ശ്രദ്ധിക്കും, എല്ലാ കാര്യങ്ങളും അവർക്ക് മാക്സിമം കെയർ കൊടുക്കും ഒക്കെ ചെയ്യേണ്ട ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് നല്ലൊരു രോഗി പരിചരണം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് quality of care we do not exact thing at exact time. Okay, അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങള് എക്സാക്ട് വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ ഞങ്ങള് കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നു? കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. വിത്ത് ക്വാളിറ്റി ഓഫ് കെയർ വി ഡു ദ എക്സാക്ട് തിങ് അറ്റ് എക്സാക്ട് ടൈം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെയൊക്കെ എല്ലാം ചെയ്യുന്നു. വി ചെക്ക് ദ പേഷ്യൻസ് പ്രോംപ്റ്റ്ലി, make the right diagnosis and give the appropriate treatment. പേഷ്യൻസിനെ we check the patients promptly, ഉടനടി. പ്രോംപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഉടനടി, പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ ഉടനടി ചെക്ക് ചെയ്യുന്നു, ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നു, ആൻഡ് ഗീവ് ദ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ കൊടുക്കുന്നു. With the quality of care, we keep on enhancing our standard of service till excellence is born. പരിചരണത്തിന്റെ ഗുണനിലവാരത്തോടെ അതിനുള്ള മികവ് ലഭിക്കുന്നത് വരെ നമ്മള് സേവനത്തിന്റെ ഗുണനിലവാരം സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. എൻഹാൻസ് ചെയ്യാന്ന് വെച്ചാൽ ഉയർത്തുക.
with the quality of care, we keep on enhancing our standard of service till the excellence is good. അപ്പൊ അതിൻ്റെതായ മികവ് ലഭിക്കുന്നത് വരെ ആ സർവീസിന്റെ ആ ക്വാളിറ്റി അതിന്റെ ആ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, പരിചരണത്തിന്റെ ഗുണനിലവാരത്തോടെ അതിന്റെ മികവ് ലഭിക്കുന്നത് വരെ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കും. അത് ജസ്റ്റ് ഒന്ന് പാരഗ്രാഫ് ഒന്ന് വായിച്ചോന്നേ ഉള്ളൂ. അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറില്ല. ഇത് ചോദിക്കുന്നതാണ് നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഒരു നല്ലൊരു രോഗി പരിചരണം അതിന് വേണ്ട കമ്പോണൻസ് എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ. ഒരു നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ എന്തെല്ലാം. ഓക്കെ, quality health services has many parts. We should understand these in order to refine quality of care. These parts are listed in the box below. We shall look briefly of each of the parts. ഓരോ പല ഭാഗങ്ങളുണ്ട്. ക്വാളിറ്റി ഹെൽത്ത് സർവീസ് ഹാസ് മെനി പാർട്സ്. പല ഭാഗങ്ങളുണ്ട്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. Okay, we should understand this. എന്തിനാ? in order to refine quality of care. നല്ലൊരു ക്വാളിറ്റി ഓഫ് കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. These parts are listed in the box below. ഈ പല കമ്പോണൻസും ഈ ബോക്സിൽ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. We shall look briefly at each of the parts. ഓരോ ഭാഗങ്ങളും നമുക്ക് ബ്രീഫ് ആയിട്ട് പഠിക്കാം. അതിന്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് ടിക്കിട്ട് വെക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി ഓഫ് ഹെൽത്ത് സർവീസിന് വേണ്ട കമ്പോണന്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ നല്ലൊരു ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങളുടെ ഘടകങ്ങൾ എന്തെല്ലാം? അതാണ് അസസ്. ഫസ്റ്റ് ആണ് അസസ്. അസസ് എന്ന് വെച്ചാൽ പ്രവേശനം. സെക്കൻഡ് വൺ ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. അടുത്തത് മൂന്നാമത് എക്വിറ്റി. എക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. അടുത്ത നോക്കിയേ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി. ഇഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. അടുത്ത നോക്കിയേ എഫിഷ്യൻസി, കാര്യക്ഷമത. എഫിഷ്യൻസി. കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ പിന്തുടർച്ച. സേഫ്റ്റി, സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻസ്. ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞ വ്യക്തിബന്ധങ്ങൾ. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ. അമ്യൂണിറ്റീസ് ഫെസിലിറ്റീസിനാണ് പറയുന്നത്, സൗകര്യങ്ങൾ. ഇത്രയുമാണ് നല്ലൊരു ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന് വേണ്ട കമ്പോണൻസ്, ഘടകങ്ങൾ. അതുകൊണ്ട് നോക്കിയേ അസസ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, എക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ്, അമ്യൂണിറ്റീസ്. ഓക്കെ, അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റീസ്. ഇനി അതേക്കുറിച്ചാണ് ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് എഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താണ്? ഫലപ്രാപ്തി. എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. എഫിഷ്യൻസി, കാര്യക്ഷമത. കണ്ടിന്യൂറ്റി, പിന്തുടർച്ച. സേഫ്റ്റി, സുരക്ഷ. ഇന്റർപേഴ്സണൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധങ്ങൾ. അമ്യൂണിറ്റീസ് എന്ന് വെച്ചാൽ ഫെസിലിറ്റി, സൗകര്യങ്ങള്. അസസ് എന്ന് വെച്ചാൽ പ്രവേശനം. ആ ഒരു ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്കുള്ള എൻട്രി, പ്രവേശനം. അതാണ് അസസ് എന്ന് പറയുന്നത്. അസസ് ടു ദ സർവീസ് എന്നുള്ളത്. ടെക്നിക്കൽ കോമ്പിറ്റൻസ്, സാങ്കേതിക കഴിവ്. എക്വിറ്റി എന്ന് പറഞ്ഞാൽ നീതി അല്ലെങ്കിൽ ന്യായം. അപ്പൊ കമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. ഫസ്റ്റ് നോക്കിയേ അസസ് ടു സർവീസ്. ഒരു സേവനത്തിലേക്കുള്ള ഒരു പ്രവേശനം, ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്കുള്ള എൻട്രി, പ്രവേശനമാണ് പറഞ്ഞേക്കുന്നത്. Everyone should have an entry
ടു ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. ഒരു ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് സർവീസിലേക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരിക്കണം. ഇന്ന ആളുകൾ എന്നുള്ള ഒരു എന്താ പറയാ ഒരു എന്താ എല്ലാം ഓരോ വ്യക്തികളെ ഒന്നും ഇതായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ പണക്കാരനോ പാവപ്പെട്ടവരെന്നോ അല്ലെ അങ്ങനെ ഒരു പക്ഷാഭേദം ഒന്നുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഈ നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്ക് പ്രവേശനമുണ്ട്. എവരിവൺ ഷുഡ് ഹാവ് ആൻ എൻട്രി ടു ക്വാളിറ്റി ഹെൽത്ത് സർവീസ്. എല്ലാവർക്കും ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് സർവീസിലേക്ക് പ്രവേശനമുണ്ട്. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ്. എന്താ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആരോഗ്യ സേവനങ്ങള് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസസ്. Some of the factors that can be affect entry are നമ്മുടെ ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു പ്രവേശനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ആണ് ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ഫാക്ടർ എന്നുള്ളത് നോക്കാം. പിന്നെ ഈ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഒരു നല്ലൊരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിനെയൊക്കെയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, some of the factors that can affect entry are എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് നോക്കിയ ഡിസ്റ്റൻസ്, ദൂരം. അടുത്ത ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങള്. പിന്നെ അടുത്ത കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. കൾച്ചർ അവരുടെ സംസ്കാരം, ബിലീഫ് വിശ്വാസങ്ങള്, മൂല്യം. ഇതെല്ലാം ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു എൻട്രീനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണ്. നോക്കിയ ഡിസ്റ്റൻസ്. എക്സാമ്പിൾ, where a health facility is situated in far away or it is difficult to get transport to the facility, access to the quality of health care become problem. ഒന്നാമത്തെ നമ്മളൊരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഡിസ്റ്റൻസ്, ദൂരം. അതായത് നമ്മളൊരു നല്ലൊരു ഹെൽത്ത് ഫെസിലിറ്റി ദൂരെയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ആ ഒരു ഫെസിലിറ്റി കിട്ടുന്ന ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ കിട്ടുന്ന ആ ഒരു സ്ഥലം, ആ ഒരു പ്ലേസ് ദൂരെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കുള്ള എൻട്രീനെ ബാധിക്കും അല്ലെ. അത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? വേറെ ഹെൽത്ത് ഫെസിലിറ്റി സിറ്റുവേറ്റഡ് ഫാർ അവേ ദൂരെയാണെങ്കിൽ. രണ്ടാമത്തെ ഓർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി. ആ ഒരു സൗകര്യത്തിലേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ബുദ്ധിമുട്ടാണെങ്കിൽ, ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് അങ്ങോട്ടേക്കുള്ള യാത്രാ സൗകര്യം അതിനുള്ള ഫെസിലിറ്റി കുറവാണെങ്കിൽ, ബുദ്ധിമുട്ടാണെങ്കിൽ എന്താണ് ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് ഒരു പ്രശ്നമാണ് അല്ലെ. പെട്ടെന്ന് നമുക്ക് ദൂരെയാണെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള എബിലിറ്റി ടു ഗെറ്റ് ദ ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, ആ ഒരു ഫെസിലിറ്റിയിലേക്കുള്ള ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ യാത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ആ ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള പ്രവേശനം എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. അടുത്ത നോക്കിയ ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ട്. where the people cannot pay for the services rendered. അവിടെ നിശ്ചയിച്ചിരിക്കുന്ന സർവീസിന് തരുന്ന നിശ്ചയിച്ചിരിക്കുന്ന പേയ്മെന്റ് അല്ലെ, അത് ആളുകൾക്ക് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും where the people cannot pay for the services rendered, അവിടെ അനുവദിച്ചിട്ടുള്ള സേവനങ്ങൾക്ക് പണം നൽകാൻ പറ്റിയില്ലെങ്കിലും എന്താണ് ഫിനാൻഷ്യലി നമ്മൾ ബാക്കിലാണെങ്കിലും അങ്ങോട്ടേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ മൂന്നാമത്തെ നോക്കിയ കൾച്ചർ, അവരുടെ സംസ്കാരം, ബിലീഫ് വിശ്വാസങ്ങള്, വാല്യൂ. ദ സർവീസ് പ്രൊവൈഡഡ് മേ നോട്ട് ബി
in keeping with the culture, belief and the value of some people. എന്താണ് നൽകുന്ന സേവനം ചില ആളുകളുടെ സംസ്കാരത്തിനോ വിശ്വാസത്തിനോ അല്ല മൂല്യത്തിനും യോജിച്ചതല്ലെങ്കിലും ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു എൻട്രി അല്ലെങ്കിൽ ആക്സസ് ടു ദ സർവീസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? അക്സസ് ടു ദ സർവീസ് എന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നോക്കുക, എൻട്രി അല്ലെങ്കിൽ അക്സസ് ടു ദ സർവീസ് എന്ന് പറയുന്നത് എന്താണ്? എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഒരു ഹെൽത്ത് സർവീസ് നേടാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എൻട്രി എന്ന് പറയുന്നത്. ആ എൻട്രിനെ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു, ദൂരം. ഇപ്പൊ നമ്മളിപ്പോ ഇരിക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ആ ഒരു ഹോസ്പിറ്റല്, ക്വാളിറ്റി ഹെൽത്ത് കെയർ ദൂരെയാണെങ്കിൽ നമുക്ക് എന്താ അങ്ങോട്ടേക്ക് ഒത്തിരി ദൂരം പോകണമെങ്കിൽ ആ പ്രവേശനം നമുക്ക് ബുദ്ധിമുട്ടാകും അല്ലെ? ആ സർവീസിലേക്കുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി ബുദ്ധിമുട്ടാകും. അല്ലെങ്കിൽ ആ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ട്രാൻസ്പോർട്ട് ടു ദ ഫെസിലിറ്റി, ആ ഒരു സൗകര്യത്തിലേക്കുള്ള ആ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ട് ആണെങ്കിലും നമുക്ക് അങ്ങോട്ടേക്കുള്ള പ്രവേശനം ബുദ്ധിമുട്ടാകും. ഫസ്റ്റ് ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്റ്റത്തെ ക്ലിയർ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തെ നോക്കി, ഫിനാൻഷ്യൽ. ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആ സർവീസിന് നിശ്ചയിച്ചിട്ടുള്ള പൈസ, അതിന്റെ ഉള്ളൊരു പേയ്മെന്റ് ഉണ്ടല്ലോ, ഒരു ഇത് ക്യാഷ്, അത് നമുക്ക് ഇല്ലെങ്കിലോ കനോട്ട് പേ, വേറെ പീപ്പിൾ കനോട്ട് പേ, അവർക്കുടെ കയ്യിൽ പേ ചെയ്യാനില്ലെങ്കിലും ആ ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള എൻട്രി പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് നമ്മളെ സർവീസിന് തരുന്ന ഒരു പൈസ അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ പേ ചെയ്യാൻ കനോട്ട് പേ, നമുക്ക് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? നമ്മളിപ്പോ അവിടെ നിന്ന് ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു സർവീസിനും അനുവദിച്ചിട്ടുള്ള, അവിടെ നിന്ന് തരുന്ന സർവീസിന് അനുവദിച്ചിട്ടുള്ള പൈസ, ഇപ്പൊ ഒരു ഇത് നമ്മളൊരു 50,000 രൂപ, അത് നമ്മുടെ കയ്യിൽ അത് പേ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഉള്ള പ്രവേശനം ബുദ്ധിമുട്ടല്ലേ? അല്ലേ? നമുക്ക് അത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, അതാണ് വേർ ദ പീപ്പിൾ കനോട്ട് പേ ഫോർ ദ സർവീസ് റെന്റഡ്. അവിടെ ആളുകൾക്ക് ചെയ്യുന്ന സേവനങ്ങൾക്ക് പണം നൽകാൻ കഴിയില്ലെങ്കിലും, അവർ പറയുന്ന അത്രയും പൈസ നൽകാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും ആ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ എന്താ? കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂ. സംസ്കാരം, നമ്മുടെ സംസ്കാരം, ബിലീഫ്, വിശ്വാസങ്ങള്, മൂല്യം, ഇതെല്ലാം അത് നൽകുന്ന സേവനം ചില ആളുകളുടെ അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് ഇല്ലേ, ദി സർവീസ് പ്രൊവൈഡഡ് മേ നോട്ട് ബി കീപ്പിംഗ് വിത്ത് ദ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ് ഓഫ് പീപ്പിൾ. അവിടെ നിന്ന് നൽകുന്ന, അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങള് ചില ആളുകളുടെ സംസ്കാരത്തിനോ വിശ്വാസത്തിനോ മൂല്യങ്ങൾക്കും യോജിച്ചതല്ലെങ്കിലും എന്താ ആ ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? അത് ഓക്കെ. അതിനകത്തുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ക്വാളിറ്റി ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആ 3 എണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഡിസ്റ്റൻസ് പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ പറയുന്നുണ്ട്, കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ് എന്നുള്ളതും പറയുന്നുണ്ട്. ക്ലിയർ ആണോ? അത് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. പിന്നെ ഇതിനകത്ത് അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വെച്ച് ചോദിക്കാം. ഡാഷ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. അവിടെ അതും ചോദിക്കാം കേട്ടോ. അതും ആ ലൈനും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി അതില്. ഇനി അടുത്തത് ടെക്നിക്കൽ കോമ്പിറ്റൻസ് ആണ്, സാങ്കേതികമായിട്ടുള്ള കഴിവ്. Technical proficiency as an indicator of quality assurance suggested that we should have a sufficient knowledge and skill to perform our function in order to provide quality services. എന്താ പറഞ്ഞേക്കുന്നത്? അതായത് നമ്മൾ ഒരു നമ്മുടെ ഈ എന്താ പറയുന്നത്, the technical proficiency as an indicator of quality assurance suggested. ഇവിടെ എന്താ പറയുന്നത്? നമ്മുടെ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന നിലയില്, ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് എന്ന നിലയില്
അഷ്യൂർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക എന്നുള്ള ക്വാളിറ്റി അഷ്യൂറൻസ്. പക്ഷെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക അതിനുള്ള ഒരു സൂചകം എന്ന നിലയിലും പിന്നെ ടെക്നിക്കൽ പ്രൊഫിഷ്യൻസിയിലും ഒരു ഗുണനിലവാരമുള്ള ഒരു സേവനം നൽകുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങള്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റിയിലുള്ള ഒരു സർവീസ് നൽകണമെങ്കിൽ എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നേ? വി ഷുഡ് ഹാവ് sufficient knowledge and skill to perform our function. അപ്പൊ ഈ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കെയർ നമുക്ക് നൽകണമെങ്കിൽ അവർക്ക് എന്ത് വേണം? സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു നോളജ്, അറിവും അതിനുള്ള ഒരു കഴിവും വേണം. എക്സാമ്പിൾ, ഇവിടെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. എക്സാമ്പിൾ നോക്കിയേ, one must go to nursing school and pass the nursing examination before she can work as a nurse. ഒരാള് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സാവണം അല്ലെ? നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം മാത്രമാണ് അവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ നമുക്ക് എന്താ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സാവണം. ഇതിനു മുന്നേ നമ്മുടെ ബിഫോർ ഷീ ക്യാൻ വർക്ക് ആസ് എ ഫസ്റ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ. ഈവൻ ദോ വി ആർ നോ ലോങ്ങർ ഇൻ സ്കൂൾ, നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്കൂളിൽ ഇല്ലെങ്കിലും we have to continue to refine our knowledge by reading health book and attending in-service training workshops etc. അപ്പൊ നമ്മളിപ്പോ കുറെ നാളായിട്ട് നമ്മൾ ആ ഫീൽഡിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്കൂളിൽ ഇല്ലെങ്കിൽ നമ്മുടെ നോളജ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എങ്ങനെയാണ്? ബൈ റീഡിങ് ഹെൽത്ത് ബുക്കുകൾ വായിച്ചുകൊണ്ടും അറ്റൻഡിങ് ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും നമ്മുടെ ആ ഒരു നോളജ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ അത് കുറെ നാള് പഠിക്കാതെ ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മൾ കുറെ നാള് ഗ്യാപ്പിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇതൊക്കെ നമ്മൾ മറന്നു പോകും. പിന്നെ അതിലേക്ക് നമ്മൾ വരുമ്പോഴാണ്, നമ്മൾ കൂടുതൽ പഠിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന് അറിയുന്നത്. ഇപ്പൊ എന്ത് ഇതാണ്, എത്ര സ്കിൽഡ് ആയിട്ടുള്ളവരാണെങ്കിലും നമ്മൾ കുറെ നാള് വെറുതെ ഇരുന്നാൽ നമ്മൾ അതൊക്കെ മറന്നു പോകും. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ നമുക്കത് നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് ആ ഒരു നോളജ് നമുക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. സിൻസ് we are health professional, we should not also understand our limits. നമ്മളൊരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ലിമിറ്റ്സുകൾ മനസ്സിലാക്കണം. That is no what we can do and we cannot do. ലിമിറ്റുകൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലിമിറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം. With regard to what we cannot do, we are expected to refer them to other center or personnel who are more proficient to tackle them. ഇനി നമുക്കത് നമ്മുടെ പരിധിക്ക് നിൽക്കുന്ന കാര്യമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആ ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക് അത് എന്ത് ചെയ്യണം? റെഫർ ചെയ്യണം. to refer them to other centers, മറ്റുള്ള സെന്ററിലേക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ളവരുടെ അടുത്തേക്കോ എന്ത് ചെയ്യുക? അവരുടെ അടുത്തേക്ക് നമ്മളത് റെഫർ ചെയ്യണം എന്നുള്ള. ടാക്കിൾ എന്ന് പറഞ്ഞാൽ നേരിടുക എന്നുള്ള മീനിങ് കേട്ടോ. ടാക്കിൾ നേരിടുക. to tackle them, നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട്, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പരിധിക്ക് നിൽക്കുന്ന കാര്യമല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി മറ്റുള്ള സെന്ററിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്കോ നമ്മൾ ആ ഒരു പ്രശ്നത്തെ നേരിടാൻ വേണ്ടി റെഫർ ചെയ്യണം. Our practice should also be controlled by laid down standard guidelines. Example, standard treatment guideline എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രാക്ടീസ് നമുക്ക് എങ്ങനെ ഇതാക്കണം? നമ്മുടെ പ്രാക്ടീസ് വ്യവസ്ഥാപിതമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടണം. എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ്ലൈൻ.
ടെക്നിക്കൽ കോമ്പീറ്റൻസ് എന്ന് പറഞ്ഞാൽ സാങ്കേതിക കഴിവ്. അതായത് നമ്മൾ ഇത്രയും അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്, നമ്മളൊരു നഴ്സിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അപ്പൊ അതിനുള്ള ആവശ്യത്തിനുള്ള നോളജും സ്കില്ലും നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നഴ്സിംഗ് സ്കൂളിൽ പോയി നഴ്സിംഗ് എക്സാമിനേഷൻ പാസ്സായതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനി കുറച്ച് നാളത് നമ്മളത് ഉപയോഗിക്കാതിരിക്കുകയാണ്, നമ്മൾ ആ ഫീൽഡിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ നോളജ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ബുക്കുകൾ വായിച്ചും പല സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സുകളിലൊക്കെ പങ്കെടുത്തും നമ്മുടെ നോളജും സ്കിൽസും ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ നമ്മൾക്കൊരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് എന്ത് വേണം? ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു കഴിവ് വേണം, അതിനുള്ള എബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ മാത്രം ആ പാരഗ്രാഫിനെ അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് സജസ്റ്റഡ് ദാറ്റ് വി ഷുഡ് ഹാവ് എ സഫിഷ്യന്റ് നോളജ് ആൻഡ് സ്കിൽ ടു perform our function in order to provide a quality service. എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. ഇക്വിറ്റി എന്ന് പറഞ്ഞ എന്താണ്? നീതി അല്ലെങ്കിൽ ന്യായം. Quality service should be provided to all people who are in need of them, be they poor, children, adult, old people, pregnant women, disabled, etc. അപ്പൊ നമ്മൾ ഇതെങ്ങനെ എല്ലാവർക്കും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഹെൽത്ത് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവിടെ പൂറാണോ, പാവപ്പെട്ടവരെന്നോ, കുട്ടികളെന്നോ, അഡൽറ്റെന്നോ, പ്രായമായവര്, പ്രഗ്നന്റ് വുമണ്, ഡിസേബിൾഡ് ആയിട്ടുള്ളവര് എന്നിവർക്ക് എല്ലാവർക്കും എങ്ങനെ തുല്യ നിലവാരമുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. എല്ലാവർക്കും ഒരുപോലെയുള്ള തുല്യ നിലവാരമുള്ള സർവീസുകൾ ലഭ്യമാക്കണം. അത് നോക്കി, ക്വാളിറ്റി സർവീസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ ഓൾ പാർട്ട് ഓഫ് ദ കൺട്രി, ഇൻ വില്ലേജ്, ടൗൺ ആൻഡ് സിറ്റീസ്. അപ്പോ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വില്ലേജ് ഗ്രാമങ്ങളിലും ടൗണിലും സിറ്റീസിലും ഒക്കെ എന്താണ് എല്ലാ ഭാഗത്തും നമ്മുടെ കൺട്രിയിലെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം? നല്ല ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം. അതെങ്ങനെയാ? എല്ലാവർക്കും ഒരു നീതിയോടുകൂടി എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സർവീസ് കൊടുക്കണം. അല്ലെങ്കിൽ പാവപ്പെട്ടരാന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കുന്ന സർവീസിന് ക്വാളിറ്റി കുറയ്ക്കാൻ പാടില്ല. അതാണ് എല്ലാവർക്കും തുല്യ നിലവാരമുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നാലാമത്തെയാണ് എഫക്റ്റീവ്നെസ്. എഫക്റ്റീവ്നെസ് എന്താ? ഫലപ്രാപ്തി. Okay. We are interested in type of care that generate positive changes in the patient health or quality of life. അപ്പൊ നമ്മൾ എങ്ങനെ ഇപ്പൊ ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് അവിടെ നമ്മൾ എങ്ങനെയുള്ള സർവീസ് കൊടുക്കാനാണ് അവർ ഇൻട്രസ്റ്റഡ് നോക്കിയത്? വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടൈപ്പ് ഓഫ് കെയർ that generate positive change in the patient health or quality of life. നമ്മൾ ആ പേഷ്യൻസിന്റെ ആരോഗ്യത്തില് ഒരു നല്ലൊരു ചേഞ്ച്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഈ സർവീസുകൾ കൊടുക്കാൻ ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. We therefore provide the treatment that are known to be fruitful എന്ന് പറഞ്ഞാൽ ഫലവത്തായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ. എന്ത് കൊടുക്കും അവര്? ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയറിയ ആണെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS കൊടുക്കാം. അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളത് അവർക്കൊരു പേഷ്യൻസിന്റെ ഹെൽത്തിന് ഓർ ക്വാളിറ്റി ഓഫ് ലൈഫിന് നമുക്ക് നല്ലൊരു മാറ്റം സൃഷ്ടിക്കുന്ന, അവർക്കൊരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്ന സർവീസുകൾ കൊടുക്കാൻ ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. നല്ലൊരു രോഗി ക്വാളിറ്റി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കാര്യമായിട്ട് പറഞ്ഞേ.
ഗുണനിലവാരമുള്ള ഒരു ആരോഗ്യ സേവനങ്ങള് എന്താണ് പേഷ്യന്റിന്റെ ആരോഗ്യത്തിന് ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സർവീസ് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യമുണ്ട്. ഇതിലാണ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ്. എക്സാമ്പിൾ പറഞ്ഞേക്കാണ്, നമുക്കൊരു കുട്ടിക്ക് നമുക്ക് ഡയറി ആണെങ്കിൽ നമുക്ക് ORS കൊടുക്കാം, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് ORS കൊടുക്കാം. ORS ഉള്ളതിന്റെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് ORS. ഇനി അടുത്ത എഫിഷ്യൻസി ആണ്. എഫിഷ്യൻസി, കാര്യക്ഷമത. Efficiency is the provision of high quality care at the least possible cost. Underline ചെയ്തിട്ടേ, first line efficiency. But dash is the provision of high quality care at the least possible cost. അങ്ങനെ ചോദിക്കാറുണ്ടെങ്കിൽ the provision of high quality care at the least possible cost. എന്താ efficiency, കാര്യക്ഷമത. എങ്ങനെയാണ് കാര്യക്ഷമത എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? least possible cost, കുറഞ്ഞ ചെലവില് ഉയർന്ന പരിചരണം, നല്ലൊരു ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ള വ്യവസ്ഥയാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്, കുറഞ്ഞ ചെലവില് നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു സർവീസ് പരിചരണം നൽകുക എന്നതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We are expected to make the best use of resource and avoid waste of our merged resource. റിസോഴ്സുകള് പരമാവധി പ്രയോജനപ്പെടുത്താനും നമ്മുടെ തുച്ഛമായിട്ടുള്ള വിഭവങ്ങളെയൊക്കെ പാഴാക്കുന്നത്, വേസ്റ്റേജ് ആക്കുന്നത് അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ തടയുക. പ്രിവെന്റ് എന്നുള്ള മീനിങ് ആണോ? AVERT, അവോയ്ഡ്, പ്രിവെന്റ്, തടയുക. അവർ merge resource. അപ്പൊ എന്താ, നമ്മുടെ ഒരു നല്ലൊരു എഫിഷ്യൻസി, കാര്യക്ഷമതയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? we are expected to make the best use of resources. റിസോഴ്സുകള് പരമാവധി പ്രയോജനപ്പെടുത്താനും അതിന്റെ വിഭവങ്ങളുടെ പാഴാക്കല് ഒഴിവാക്കുന്നത് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു. ഈ വേസ്റ്റ് റിസോഴ്സ് ഇനി എങ്ങനെയൊക്കെയാണ് വേസ്റ്റ് ആവുന്നത്? റിസോഴ്സ് ബൈ പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് ആവശ്യമില്ലാത്ത മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത്, സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യത്തിലധികം മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത്, ഓവർ സ്റ്റോക്ക് ചെയ്ത്, അങ്ങനെ and make them expire by buying supplies and equipments we do not use. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത മരുന്നുകൾ കുറെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടും നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള ഡ്രഗുകളുടെ മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ അതിന്റെ എക്സ്പയറി കഴിയുമല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ആ എക്യുപ്മെന്റ്സ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ സാധനങ്ങൾ നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന്റെ എക്സ്പയറി കഴിഞ്ഞു. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മൾ പാഴാക്കാതെയൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ ഈ റിസോഴ്സുകൾ, ഒരു കാര്യക്ഷമമായ രീതിയിൽ തന്നെ നമ്മൾ റിസോഴ്സുകൾ ഉപയോഗിക്കണം. അതെങ്ങനെയാ കൊടുക്കുന്നത്? കുറഞ്ഞ ചെലവില് നല്ല ക്വാളിറ്റി കൊടുക്കുക, ക്വാളിറ്റി കെയർ കൊടുക്കുക. അതാണ് എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. What happen when we stock more drugs than is needed? എന്താ സംഭവിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കാം. വാട്ട് ഹാപ്പൻ വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്? നമുക്ക് ആവശ്യത്തിലധികം മരുന്നുകള്, ആവശ്യത്തില് കൂടുതൽ മരുന്ന് നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത്? അത് വേസ്റ്റേജ് ആയി പോകും അല്ലേ? വാട്ട് ഹാപ്പൻ വെൻ വി സ്റ്റോക്ക് മോർ ഡ്രഗ് ദാൻ ഈസ് നീഡഡ്. ഇനി അടുത്തതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ തുടർച്ച. ഒരു നല്ലൊരു ഹെൽത്ത് സർവീസിന് വേണ്ട ഒരു കമ്പോണന്റ് ആണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അതായത് തുടർച്ച. എന്താണ് കണ്ടിന്യൂറ്റി? implies that the client receives the full range of health service he or she needed and that the case is beyond us. അപ്പൊ നമ്മള് ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മളെ പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ലയന്റിന് നല്ലൊരു ഗുണനിലവാരമുള്ള സേവനം കൊടുക്കണം എന്നതാണ്. ആൻഡ് that when the case is beyond us, ഇനി ആ കേസ് നമ്മുടെ പരിധിക്കും അപ്പുറമാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് we refer him or her to right level for further care. നമ്മളപ്പോ നമ്മുടെ പരിധിക്കും അപ്പുറത്താണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ശരിയായിട്ടുള്ള കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫർദർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്യണം, വേറെ ആൾക്ക് റെഫർ ചെയ്യണം.
Continuity may be attained by the patient seeing the same primary healthcare worker by keeping exact health record so that another staff can have sufficient information to follow up the patient. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ നമ്മുടെ ആ ഒരു കേസ് നമ്മുടെ പരിധിക്കും അപ്പുറത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ നമ്മൾ അത് ശരിയായിട്ടുള്ള ലെവൽ കെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫർദർ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ അത് റെഫർ ചെയ്യണം. വെറുതെ റെഫർ ചെയ്ത പോലല്ലോ. റെഫർ ചെയ്യുമ്പോൾ എന്താ അവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഇത്രയും നാളും അവരവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത കാര്യങ്ങൾ, ഏതൊക്കെ മരുന്നുകളാണ്, എങ്ങനെയൊക്കെയാണ് കൊടുത്തത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ആ കറക്റ്റ് എക്സാക്ട് ഹെൽത്ത് റെക്കോർഡുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. എന്നിട്ട് അടുത്ത ആൾക്ക് അടുത്ത ഡോക്ടറിലേക്കാണെങ്കിലും ഹാൻഡ് ഓവർ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യണം? അവർക്ക് ആ ഇതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി പഠിക്കണ്ടേ? എങ്കിൽ മാത്രമാണ് അവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ, അല്ലെ? കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ അടുത്ത സ്റ്റാഫിന് നമ്മൾ അത് റെഫർ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് മാറിയാണെങ്കിലും പോകുമ്പോൾ അടുത്ത സ്റ്റാഫ് അത് റെഫർ ചെയ്യുമ്പോൾ ഇതിന് മുന്നേ നേഴ്സ് എന്താ ചെയ്തത്, എന്തൊക്കെയാ കൊടുത്തത് എന്നുള്ളതിന്റെ ഒരു സമ്മറി അറിയണം. എന്നാലാണ് അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റാഫ് ക്യാൻ ഹാവ് എ സഫിഷ്യന്റ് ഇൻഫർമേഷൻ ടു ഫോളോ അപ്പ് ദ പേഷ്യന്റ്. ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യുന്നത് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിന് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടാൻ എക്സാക്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. നമ്മൾ ഇതുപോലെ തന്നെ വേറെ ഡോക്ടറിനെ റെഫർ ചെയ്യുമ്പോഴൊക്കെ എഴുതി റെക്കോർഡ് കറക്റ്റ് ആയിട്ട് തരൂലേ? എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോരുമ്പോഴും അവരൊരു കാർഡ് തരും, അവിടെ ഡിസ്ചാർജ് സമ്മറി തരും, അല്ലെ? ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെയാണെങ്കിലും വേറൊരു ഹോസ്പിറ്റലിലെ വേറെ ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ആ ഡിസ്ചാർജ് സമ്മറി കൊണ്ടുപോയി കൊടുത്താൽ കണ്ടിന്യൂറ്റി കിട്ടും, അല്ലെ? അപ്പൊ ഇതിന് മുന്നേ ഏത് ഹോസ്പിറ്റലിലാണ് ഏത് ഡോക്ടറെ ട്രീറ്റ്മെന്റ് ചെയ്തത്, എന്തൊക്കെ മെഡിസിൻസ് ഉപയോഗിച്ചത്, എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്തത്, ഇതെല്ലാം അതിന്റെ ഒരു സമ്മറിയാണ് അത്. അപ്പൊ അത് വേറെ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ഒരു ഡോക്ടറിനെ റെഫർ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ ഒരു പിന്തുടർച്ച കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഫർദർ കെയറിന് അപ്പൊ ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോളോ അപ്പ് ദ പേഷ്യന്റ് അവർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതൊരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയറിന് വേണ്ട ഒരു കമ്പോണന്റ് ആണ് കണ്ടിന്യൂറ്റി. ക്ലിയർ ആയില്ലേ? അത് കണ്ടിന്യൂറ്റി. ഓക്കെ, ഇതിനൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നതൊക്കെ ഒന്ന് നോക്കി പോവാന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്താണ് സേഫ്റ്റി, സുരക്ഷ. Safety implies that when providing health service, we reduce to the barest minimum injuries, infections, harmful after effects, and other dangers to client and to staff. When providing quality care, we should not put the patient life at risk. Then, for example, we should not give an insecure blood to the patient and thereby infect them with the HIV or AIDS. കണ്ടോ? സേഫ്റ്റി, പേഷ്യൻസിന് സേഫ്റ്റി എന്നുള്ളത് വളരെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് സേഫ്റ്റി മെഷേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി നമ്മൾ കൊടുക്കേണ്ടതാണ്, നമ്മൾ ചെയ്യണം. അതായത് സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും നമ്മളൊരു ഹെൽത്ത് സർവീസ് കൊടുക്കാൻ പ്രൊവൈഡിങ് സേഫ്റ്റി implies that when providing health service we reduce to the barest minimum injury. അപ്പൊ സേഫ്റ്റി എന്ന് പറയാ ഒരു ഹെൽത്ത് സർവീസ്, ഒരു നല്ലൊരു ക്വാളിറ്റി കെയർ, രോഗി പരിചരണം നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഇഞ്ചുറീനെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, ബേറസ്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ, റെഡ്യൂസ് ടു ബേറസ്റ്റ് മിനിമം ഇഞ്ചുറീസ്, ഏറ്റവും കുറഞ്ഞ പരിക്കുകള്, പിന്നെ അതുപോലെ ഇൻഫെക്ഷൻ, അണുബാധകള്, ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം. ആൻഡ് അതർ ഡേഞ്ചറസ് ടു ക്ലൈന്റ്, സ്റ്റാഫിനോ ക്ലൈന്റിനോ പേഷ്യൻസിനോ ഒക്കെ ഡേഞ്ചറസ് ഒന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഇതൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിനിമം ഇഞ്ചുറി കുറയ്ക്കണം, ഇൻഫെക്ഷൻ കുറയ്ക്കണം, ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സുകൾ കുറയ്ക്കുന്നതായിരിക്കണം. പേഷ്യൻസിനോ ക്ലയൻസിനോ ഒക്കെ അല്ലെങ്കിൽ സ്റ്റാഫിനോ ഒക്കെ എന്താണ് ഡേഞ്ചറസ് ആകുക, അത് അപകട സാധ്യത കുറയ്ക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് സർവീസ് വേണം പ്രൊവൈഡ് ചെയ്യാൻ.
When providing quality care, we should not put the patient നമ്മൾ നല്ലൊരു രോഗി പരിചരണം നമ്മൾ നൽകുമ്പോൾ പേഷ്യൻസിന്റെ ലൈഫ് ഒരു അപകടം ആവരുത്, റിസ്ക് ആവരുത്. When providing quality care, we should not put the patient life at risk. പേഷ്യന്റിന്റെ ഒരു ജീവിതം എന്താ അപകടത്തിലാവരുത്. ഫോർ എക്സാമ്പിൾ എന്താ തന്നേക്കണേ, നമ്മള് ബ്ലഡ് ബാങ്കിൽ ക്ലിയർ ആയിട്ട് പഠിച്ചല്ലേ ഏതൊക്കെ ബ്ലഡ് ആർക്കൊക്കെ റിസീവ് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം, അല്ലെ ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്മാച്ച് ഒക്കെ വരുവാണെങ്കിൽ അവരുടെ ലൈഫ് തന്നെ അപകടത്തിലാവുമെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ എക്സാമ്പിൾ തന്നേക്കെ സേഫ്റ്റിക്ക് ഒരു എക്സാമ്പിൾ തന്നേക്കണേ. വി ഷുഡ് നോട്ട് ഗീവ് ഇൻസെക്യൂർ ബ്ലഡ് ടു ദ പേഷ്യന്റ് ഇൻഫെക്ട് വിത്ത് ദ HIV or HIV അല്ലെങ്കിൽ AIDS ഉള്ള പേഷ്യൻസിന്റെ ബ്ലഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? വി ഷുഡ് നോട്ട് ഗീവ്, നമ്മൾ കൊടുക്കാൻ പാടില്ല അല്ലെ, ഗീവ് ഇൻസെക്യൂർ ബ്ലഡ്. അപ്പൊ നമ്മൾ എല്ലാം ക്രോസ് മാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് സേഫ്റ്റിനെ കാണിക്കുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്താണ് ഇന്റർ പേഴ്സണൽ റിലേഷൻ, വ്യക്തിബന്ധങ്ങൾ. Interpersonal relation. It refers to the relationship between us and our clients and community. ഇത് നമ്മളും നമ്മുടെ ക്ലയന്റും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുകയാണ്. ബിറ്റ്വീൻ ഹെൽത്ത് മാനേജർ ആൻഡ് സ്റ്റാഫ്. ഹെൽത്ത് മാനേജർ സ്റ്റാഫുകള് അവർക്കിടയിൽ നമ്മളും ക്ലയന്റും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത്. We should show respect to our clients. നമ്മള് ക്ലയൻസിനോട് എങ്ങനെ പെരുമാറണം? പേഷ്യൻസിനോട് ബഹുമാനത്തോടുകൂടി പെരുമാറണം. ഫീൽ ഓഫ് അവർ പേഷ്യന്റ്, നോട്ട് ബി റൂഡ്. നമ്മൾ റൂഡ് ആവാൻ പാടില്ല. റൂഡ് എന്ന് വെച്ചാൽ പരിക്കനായിട്ട് ഹാർഷായിട്ട് സംസാരിക്കാൻ പാടില്ല. ഷൗട്ട് അറ്റ് ദം, ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല. നോട്ട് റിവീൽ ഇൻഫർമേഷൻ we give from patient to the other people. പേഷ്യൻസ് നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങളില്ലേ, അത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല. മറ്റുള്ള ആളുകളോടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. റിവീൽ എന്ന് വെച്ചാൽ വെളിപ്പെടുത്തുക എന്നുള്ള മീനിങ് ആട്ടോ. റിവീൽ വെളിപ്പെടുത്താൻ പാടില്ല. നോട്ട് റിവീൽ ഇൻഫർമേഷൻ we get from patient to the other patients. പേഷ്യൻസിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന വിവരങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവരിലേക്കൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. എല്ലാവരും ഈ ക്ലയന്റിനോട് പേഷ്യന്റിനോടൊക്കെ നമ്മൾ അവർക്ക് ഫീൽ ആവുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. പരിക്കാനോ ഒച്ചത്തിൽ സംസാരിക്കാനോ റൂഡായിട്ട് ഒരു ഹാർഷായിട്ട് അവരോട് പെരുമാറൊന്നും പാടില്ല. ഇവരെല്ലാവരും തമ്മിൽ ഉണ്ടായിരിക്കണം നല്ലൊരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരിക്കണം, ഒരു നല്ലൊരു വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. This will give rise to good relation and trust between the client, community and us. ഇത് നമ്മുടെ ട്രസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വാസം. അപ്പൊ നമ്മള് നല്ലൊരു റിലേഷൻ, നല്ലൊരു വിശ്വാസം നമ്മുടെ ക്ലയന്റ് അല്ലെ പേഷ്യൻസ് കമ്മ്യൂണിറ്റി നമ്മളൊക്കെ തമ്മിൽ നല്ലൊരു വിശ്വാസത്തിനും നല്ലൊരു റിലേഷൻഷിപ്പിനും കാരണമാകുന്നു. Client regard good interpersonal relationship as an important feature of quality health service. പരിചരണത്തിന്റെ നിലവാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതകളായി നമുക്ക് എന്തെന്ന് കാണാം, നല്ല വ്യക്തിബന്ധങ്ങളെ കണക്കാക്കുന്നു. ആ സെന്റൻസ് ഒന്ന് വായിച്ചിട്ട് കേട്ടോ. Clients regard good interpersonal relationship as an important feature of quality of care. പരിചരണത്തിന്റെ ഗുണനിലവാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയായി നല്ല വ്യക്തിബന്ധങ്ങളെ കണക്കാക്കപ്പെടുന്നു. ഇനി ലാസ്റ്റത്തെയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ. These are features that can be given by our health facility to make life smooth and pleasant. ഈ പേഷ്യൻസിന്റെ ജീവിതം സ്മൂത്ത് ആക്കാനും സന്തോഷപ്രദമാക്കാനും വേണ്ടി കൊടുക്കുന്ന ഫെസിലിറ്റികളെയാണ് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ്, these are features that can be given by our health facility to make the life smooth and pleasant for client. ക്ലയന്റിന്റെ ജീവിതം സ്മൂത്ത് ആക്കാനും സന്തോഷപ്രദമാക്കാനൊക്കെ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളും ഹെൽത്ത് ഫെസിലിറ്റീസ് ആണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്.
They contribute to client contentment and make a client ready to use our services. ഇത് എന്തിനുള്ള contentment എന്ന് പറഞ്ഞാൽ സംതൃപ്തി. സംതൃപ്തി. Okay, എന്താ പറയുന്നത്? They contribute to client commitment. ഇതെന്താ? പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് ഒരു സംഭാവന നൽകുന്നു. നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമല്ലേ? നമുക്ക് വേണ്ട ഫെസിലിറ്റികൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, നമുക്ക് സംതൃപ്തി കിട്ടുള്ളൂ, അല്ലെ? അത് എന്തുകൊണ്ട് കമ്മ്യൂണിറ്റീസ് ഈ ഫെസിലിറ്റികൾ എന്താ ചെയ്യുന്നേ? They contribute to client contentment. ക്ലയന്റിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സംതൃപ്തിക്കുള്ള സംഭാവന ചെയ്യുന്നു. And make client ready to use our service. ഇനി അതുകൂടാതെ എന്താ? നമ്മളുടെ ഒരു സർവീസ് ഉപയോഗിക്കാൻ ക്ലയന്റ് തയ്യാറാകുകയും ചെയ്യുന്നു, അല്ലെ? നല്ല ഫെസിലിറ്റി കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യാനും ആ സർവീസിലേക്ക് ചെല്ലാനും ആ ക്വാളിറ്റി കെയറിലേക്ക് ചെല്ലാനും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനും ഒക്കെ നമ്മൾ റെഡി ആവുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, കംഫർട്ടബിൾ സീറ്റ്. നമുക്ക് സുഖപ്രദമായിട്ടുള്ള സീറ്റ് വേണം, ഇരിക്കാൻ ഇതില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അവർക്ക് ഏറ്റവും സുഖപ്രദമായിട്ടുള്ള സീറ്റിങ്, പിന്നെ കൈവേദന കാലുവേദന നടുവേദന ഇവർക്കുള്ളവർക്കൊക്കെ ചാരി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ വേണം. ടെലിവിഷൻ, പിന്നെ കുറെ നേരത്തെ ഇരിക്കുമ്പോൾ ബോറടിക്കൂലേ? അപ്പൊ അതുകൊണ്ട് മിക്കവാറും നമുക്ക് OPD അവിടെ ഏരിയകളിലൊക്കെ ആണെങ്കിലും നമുക്ക് രജിസ്ട്രേഷൻ അവിടെയൊക്കെ എന്താ ടെലിവിഷൻ സെറ്റുകൾ ഉണ്ടാവും, അല്ലെ? നമുക്ക് എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് നമ്മളിപ്പോ പേഷ്യൻസിനെയൊക്കെ അല്ല ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോ നമ്മള് OPD-യിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടൊക്കെ ടെലിവിഷൻ സെറ്റുകൾ, മ്യൂസിക്കുകൾ, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ്, നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന ഹെൽത്ത് ടിപ്സുകളൊക്കെ ഉള്ള അങ്ങനെയുള്ള എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസുകൾ എക്സെട്ര OPD ആൻഡ് വാർഡ്. OPD-യിലും വാർഡിലും ഒക്കെ ഇതിനുള്ള ഫെസിലിറ്റികളൊക്കെ എന്ത് ചെയ്യണം? വേണം. ഇതൊക്കെ നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ ഘടകങ്ങളാണ്. ഈ രീതിയിലൊക്കെ വന്നാൽ കൊടുത്തു കഴിയുമ്പോൾ പേഷ്യൻസിന്റെ ലൈഫ് ആവും, അവരുടെ പ്ലസന്റ് അല്ലെ, പേഷ്യൻസ് നല്ല സന്തോഷപ്രദമാവുകയൊക്കെ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഈ 9 അതിന്റെ കമ്പോണൻസിൽ വരുന്നതാണ്. ഏതൊക്കെയാണ് കമ്പോണൻസ് എന്ന് ചോദിക്കാം. ഇനി ജസ്റ്റ് എന്താണെന്നുള്ളത് വായിച്ചൊന്ന് വെച്ചേക്കാം കേട്ടോ. അത് കുറെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ഇപ്പൊ ഈ അമ്യൂണിറ്റീസ്, ഫീച്ചേഴ്സ് ആ ഒരു ലൈൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. എക്സാമ്പിൾ ഒന്നും അതിനകത്ത് ചോദിക്കൊന്നുമില്ല. അത് നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി തന്നോക്കണേന്നുള്ളൂ. കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞപ്പോ വേണമെങ്കിൽ ചോദിക്കാം, ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ ഗിവൺ ബൈ അവർ ഹെൽത്ത് ഫെസിലിറ്റി ടു മേക്ക് ദ ലൈഫ് സ്മൂത്ത് ആൻഡ് പ്ലസന്റ് ഫോർ ക്ലയന്റ്. ഏതാ? അമ്യൂണിറ്റീസ്, സൗകര്യങ്ങള്, ഫെസിലിറ്റീസ്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട കാര്യങ്ങൾ നോക്കാം. ഇനി അടുത്തത് ചെറിയൊരു കാര്യമുള്ളൂ. ഇതൊക്കെ ചെറിയ നമുക്കിങ്ങനെ ഇൻട്രൊഡക്ഷൻ ടു പോലെ ഇങ്ങനെ വായിച്ചു പോകുന്ന കാര്യമുള്ളൂ. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി, വീക്ഷണങ്ങൾ. പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? വീക്ഷണങ്ങൾ. വീക്ഷണങ്ങൾ, വീക്ഷണങ്ങൾ. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. Okay, the health staff, health manager, client and community are all stakeholders. Stakeholders in service delivery. അവർ പങ്കാളികളാണ് കേട്ടോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. അപ്പൊ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, നമ്മുടെ കമ്മ്യൂണിറ്റി ഒക്കെ എന്താണ്? ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് ഡെലിവറിയിൽ പങ്കാളികളാണ്. Each of this group may offer different things to the health service. ഓരോരുത്തരും ഈ ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഓരോരുത്തരുടെയും പങ്ക്. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ്? ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തൊക്കെ പങ്കുണ്ട്? ദ ഹെൽത്ത് കെയർ മാനേജറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എന്തൊക്കെ പങ്കുണ്ട് എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി, ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ളതാണ്.
നോക്കിയേ, the health staff, health manager, client and communities are all stakeholders in the service delivery. നല്ലൊരു സേവന വിതരണത്തില്, നല്ലൊരു ക്വാളിറ്റി സർവീസില് ഈ ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, ക്ലയന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഒക്കെ വലിയൊരു പങ്കുണ്ട്. ഓരോ ഗ്രൂപ്പും ഓരോ ഹെൽത്ത് സർവീസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇവരുടെ പങ്ക്. പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയേ. Research done in different parts of the country reveal that our patient or client requires service that are delivered on time by friendly and respectful staff are safe, generate positive results, and they can afford provide them with the sufficient information about their condition and treatment, provide them with all the drugs they require, give privacy are within reach, and given in a language they can understand. അപ്പൊ പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പൊ എന്തൊക്കെ രീതിയിലൊക്കെ കൊടുക്കണം എന്നാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്ത് നടത്തിയ റിസർച്ചുകളിൽ നിന്ന് അതിൽ നിന്ന് വെളിപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേഷ്യൻസിന് നല്ലൊരു സെൽഫ് സർവീസ് ആവശ്യമാണ്. പേഷ്യന്റ് ഓർ ക്ലയൻസ് റിക്വയർ സർവീസ് ദാറ്റ് എങ്ങനെയുള്ള സർവീസുകളാന്ന് നോക്കിയേ, എങ്ങനെയൊക്കെയാന്ന് നോക്കിയേ. They are delivered on the time by friendly and റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. നല്ല ബഹുമാനമുള്ള അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകള് ഈ ക്വാളിറ്റി സർവീസ് ഡെലിവറി ചെയ്യണം. സുരക്ഷിതമായിട്ടും ജനറേറ്റ് പോസിറ്റീവ്, ഒരു നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നതും അവർക്ക് പേഷ്യൻസിന് അഫോർഡ് താങ്ങാവുന്നതും അവർക്ക് പ്രൊവൈഡ് ദം വിത്ത് സഫിഷ്യന്റ് ഇൻഫർമേഷൻ അബൌട്ട് ദർ കണ്ടീഷൻ ആൻഡ് ദ ട്രീറ്റ്മെന്റ്. അവരുടെ ആവശ്യത്തിനുള്ള, അവരുടെ കണ്ടീഷൻ എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണ്, അതിനെ കുറിച്ചുള്ള ആവശ്യത്തിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അല്ലെ, അതൊരു പേഷ്യന്റിന്റെ ആവശ്യമല്ലേ. നമ്മൾ എന്തൊക്കെയാണ്, നമ്മുടെ കണ്ടീഷൻ എന്താണ്, അല്ലെ. വെറുതെ ട്രീറ്റ്മെന്റ് മാത്രം എടുത്താൽ പോരാ, പേഷ്യൻസ് അതിനോട് അത് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ട്രീറ്റ്മെന്റ് എന്താണ്, പിന്നെ പ്രൊവൈഡ് ദം വിത്ത് ഓൾ ദ ഡ്രഗ്സ് ദേ റിക്വയർ. അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഡ്രഗുകൾ പ്രൊവൈഡ് ചെയ്യണം, മരുന്നുകൾ അവൈലബിൾ ആയിരിക്കണം. ഗിവ് പ്രൈവസി, പേഷ്യൻസിന് പ്രൈവസി കൊടുക്കണം. ആർ വിത്തിൻ റീച്ച് ആൻഡ് ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മറ്റൊരു കാര്യം എന്താ, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അവർക്കിപ്പോ നമ്മൾ ഇംഗ്ലീഷ് അറിയില്ല, അപ്പൊ മലയാളത്തിൽ പറയണമെങ്കിൽ മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇപ്പൊ അങ്ങനെ അവർക്ക് ആ പേഷ്യൻസിന് അവരുടെ രോഗവിവരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കണ്ടീഷൻ, ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ഉള്ള ഇൻഫർമേഷൻ അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ തന്നെ എന്ത് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ അതൊക്കെയാണ് ഒരു നല്ലൊരു ക്വാളിറ്റി സർവീസ് എന്ന് പറയുന്നത്, അല്ലെ. ഒരു ഗുണനിലവാരമുള്ള ഒരു സേവനം, അതില് നമ്മൾ പേഷ്യന്റ് ആൻഡ് ക്ലയൻസ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്യണം. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്നുള്ളത് ക്ലിയർ ആയോ നോക്കി. അവർക്ക് എങ്ങനെയാ, ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, റെസ്പെക്ട്ഫുൾ ഒരു സ്റ്റാഫ്, അത് സുരക്ഷിതമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്, അവർക്ക് താങ്ങാവുന്ന രീതിയിലുള്ളത്, അവരുടെ ട്രീറ്റ്മെന്റ് കണ്ടീഷൻ എങ്ങനെയാണ് അതിനെ കുറിച്ചുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ റിക്വയർമെന്റ്സിനനുസരിച്ച് കിട്ടണം, അവർക്ക് പ്രൈവസി കിട്ടണം, പിന്നെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഈ ഇൻഫർമേഷൻ ഒക്കെ കൊടുക്കണം. അവർക്ക് മനസ്സിലാവുന്ന ഗിവൺ ഇൻ എ ലാംഗ്വേജ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു ലാംഗ്വേജിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം, അല്ലെ. അപ്പൊ ഇതെല്ലാം നല്ലൊരു ക്വാളിറ്റിയാണ്, അല്ലെ. അവർക്ക് കൊടുക്കുന്ന നല്ലൊരു ക്വാളിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഹെൽത്ത് സർവീസിൽ നിന്ന് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ രീതിയിലൊക്കെ നല്ലൊരു ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ അത് പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്നുള്ളത്? ക്ലിയർ ആയോ?
ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അത്രയൊന്ന് വായിച്ചു നോക്കാം. ആരും ഒരു കമ്പൊന്നും ഇടണ. എന്തെങ്കിലും എല്ലാവരും ഒരു കഥ ഇട്ടിരിക്കണം പോലെ ഇങ്ങനെ ഇരിക്കുവാണോ? പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. അപ്പൊ ഇത്രയും നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രണ്ട്ലി ആയിട്ടും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാഫ് കൃത്യസമയത്ത് അവർക്ക് ഡെലിവറി ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അവർക്ക് പ്രൈവസി കിട്ടുന്ന രീതിയിൽ ആവശ്യത്തിനുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ അവർക്ക് താങ്ങാവുന്ന വിലയിൽ ഒക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ രീതിയിൽ നമുക്കത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും മതി. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, സൗകര്യങ്ങളാണ്. അതായത് പേഷ്യൻസിനെ നമ്മൾ ഒ പി ഡിയില് വാർഡുകളിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഒക്കെ ബോറടിക്കാത്ത രീതിയിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ കൊടുക്കണം. അവരുടെ ലൈഫ് സ്മൂത്ത് ആക്കുന്ന രീതിയിൽ സന്തോഷകരമായിട്ടുള്ള രീതിയിലുള്ള ഫെസിലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് ഇരിക്കാനായിട്ട് കംഫർട്ടബിൾ, ഇപ്പൊ നടുവേദന ഇരിക്കുന്ന ഒരാളാണ്, അപ്പൊ അവർക്കൊക്കെ നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകൾ, ഇപ്പൊ നമ്മുടെ വെയിറ്റിംഗ് ഇതിനകത്തൊക്കെ ഇരിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ, ടെലിവിഷൻ സെറ്റുകൾ, എഡ്യൂക്കേറ്റീവ് മെറ്റീരിയലുകൾ, പിന്നെ അതുപോലെ നമുക്ക് അവിടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നല്ല ടിപ്സുകളൊക്കെ തരുന്ന, ഹെൽത്ത് ടിപ്സുകൾ തരുന്ന, ഹെൽത്തിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആക്കുന്ന തരത്തിലുള്ള വീഡിയോ ഫിലിമുകളൊക്കെ ഒ പി ഡി ആൻഡ് വാർഡുകളിലൊക്കെ അവൈലബിൾ ആക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിൽ കൊടുക്കണം. പേഷ്യൻസിന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ സർവീസ് ഉപയോഗിക്കാൻ അവർ വീണ്ടും റെഡി ആവും അല്ലെ. ആ ഒരു സേവനത്തിലേക്ക്, ആ ഒരു ഹെൽത്ത് സർവീസിലേക്ക് ചെല്ലാനായിട്ട് അവർ വീണ്ടും അതിന് തയ്യാറാവും. ക്ലയന്റ് റെഡി ടു യൂസ് അവർ സർവീസ്, നമ്മുടെ സർവീസ് ഉപയോഗിക്കാൻ ക്ലയന്റ് വീണ്ടും തയ്യാറാകും. അപ്പൊ ആ രീതിയിലുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, അത് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് കെയറിന് പ്രൊവൈഡ് ചെയ്യണം. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ,